അല്ലെ വീട്ടിലെ സുപ്രീം കോർട്ട് ആരാ? സുപ്രീം കോടതി അങ്ങനെയില്ല സാർ. ഞങ്ങൾ വീടൊരു കോടതിയല്ലല്ലോ ഒരിക്കലും. അല്ലല്ല, ഞാൻ പറഞ്ഞറിയോ, ഈ പരമമായിട്ടൊരു അപ്പീൽ കൊടുക്കേണ്ടി ഒരു അപേക്ഷ കൊടുക്കേണ്ടി വന്നാൽ അത് ഏത് കോടതി കൊടുക്കും? അല്ല, അത് ശരിക്കും അത് യൂഷ്വലി നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് സാധാരണ അപ്പന്മാരുടെ അടുത്ത് വന്ന് പറയും, പിതാക്കന്മാരുടെ അടുത്ത് പറയും, ഇതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അവരിങ്ങനെ ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് യുക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തും അവരെ അറിയിക്കും. ഇതാണ് അതിന് ഞങ്ങളൊരു സംവിധാനം അവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതെന്താ? ഞങ്ങളൊരു ഫാമിലി മീറ്റിംഗ് എല്ലാ നിങ്ങൾ മാത്രമോ മറ്റേ? അല്ല, ഒന്നുമില്ല, ഞങ്ങൾ 4 പേര് മാത്രം. അത്രേ ഉള്ളൂ. അതെല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഞങ്ങൾക്ക് ഒരു ഫാമിലി മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ഞങ്ങളല്ല നടത്തുന്നത്. എല്ലാവരും പങ്കെടുക്കണോ ആ മീറ്റിംഗിൽ? എല്ലാവരും പങ്കെടുക്കണം. അവരാണ് മിനിറ്റ് ചെയ്തില്ല സാർ. അവരാണ് മക്കളാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. അല്ല, അത് അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുകൊണ്ട് അങ്ങ് കണ്ട ഒരു അഡ്വാൻറ്റേജ് ആരുടെ ഐഡിയ ആയിരുന്നു? സാർ, ഞാൻ ഈ ഒരു 92 മുതൽ ഇങ്ങനെ ഈ സെൽഫ് ഹെൽപ്പ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷൻ അനാലിസിസ്. അപ്പോൾ ഞാനൊരു 2 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ലഭിച്ച ഒരു ആശയമാണ് നമ്മളിങ്ങനെ കുട്ടികൾ വി ഹാവ് ടു റെസ്പെക്ട് അവർ ചിൽഡ്രൻ. ഒരു കാര്യം കൂടെ, ഈ മീറ്റിംഗിൽ ഇവർ കുട്ടികൾ മനസ്സ് തുറക്കൂ, അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേട്ടോണ്ട്? അല്ലല്ല, അവർക്കുള്ള ദിവസമാണ്. അവർക്ക് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാം, അവർക്ക് ഡിസിഷൻസിൽ ഫാദർ നിങ്ങൾ കാണിച്ചത് ശരിയല്ല, അതൊക്കെ അവർക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. അല്ലെ, അവർക്ക് അവർക്കൊരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് വരെ പോസിബിൾ. ഇത് കൊള്ളാലോ ടീച്ചറെ. എന്തായാലും മാത്രമല്ല, ഇത് ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, കാരണം ഇപ്പം വീട്ടിൽ സമയമില്ലെന്ന് പറയുന്നത് വെറുതെ ആണല്ലോ. സമയമുണ്ടല്ലോ എല്ലാവർക്കും, കാര്യം 24 മണിക്കൂർ അടക്കമല്ലേ. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞേ സാർ, അത് ആദ്യം കുട്ടികൾക്ക് അത് അത്ര ഒരു ഇംപ്രസീവ് അല്ലായിരുന്നു. അപ്പൊ കുട്ടികളുടെ ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? ഒരു 2ാം ക്ലാസ്സിലൊക്കെ, ഇളയാൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ ഒരു ദുഷ്ടബുദ്ധി ചോദ്യം ചോദിക്കട്ടെ, മീറ്റിംഗിൽ നിന്ന് നിങ്ങൾ ആ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടോ? വിമർശനമായിട്ടില്ല, പക്ഷെ എനിക്ക് ചില ഫീൽ ചെയ്ത കാര്യം, എനിക്കൊരു ഹർട്ടായ കാര്യം പറയാറുണ്ട്. നന്നായി, ടീച്ചർ ആയിരിക്കണം. അതിനകത്ത് ഞാനൊരു സ്ട്രാറ്റജി വന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇത് ആദ്യം ഒരു മീറ്റിംഗ് ഒന്നും വലിയ താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആ കൂടെ ഒരു നല്ലൊരു ഫുഡ് കൂടെ കൊടുക്കും. അപ്പൊ ഈ ഫാമിലി മീറ്റിംഗിന് ഒരു ഫുഡ് ഉണ്ടെന്നുള്ളതായിരുന്നു മെയിൻ അട്രാക്ഷൻ. ഇല്ല, കഴിഞ്ഞിട്ടേ ഫുഡുള്ളൂ. അപ്പൊ ചിലപ്പോ ഒരു 1 മണിക്കൂറോളം ഒക്കെ ചിലപ്പോ പോകാറുണ്ട്. അത് ചിലപ്പം ഈ സിബ്ലിങ്സ് തമ്മിൽ ചിലപ്പം നമ്മളിപ്പോ അജണ്ടയൊക്കെ എഴുതി വെച്ചില്ലെങ്കിലും ഐറ്റംസ് ഒക്കെ കാണൂ, കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇല്ല, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്ന 1-2 കാര്യങ്ങള് ഇവര് തമ്മിൽ ചെറിയ പണക്കങ്ങൾ കാണും. ചില കുഞ്ഞ് പെൻസിൽ കൊടുത്തില്ല എന്നൊക്കെ ആയിരിക്കും ആദ്യത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ സോൾവ് ചെയ്യും. എല്ലാവർക്കും കേട്ടോളൂ, സെക്കൻഡ് സാറ്റർഡേ ഈവനിങ് ഒരു കുടുംബ യോഗം നടത്തുന്നത് എന്തുകൊണ്ട് ഗുണകരമാണെന്നാണ് ഇവര് സാക്ഷ്യം. എത്ര കൊല്ലം നടത്തിയത്? അത് എനിക്ക് തോന്നുന്നു മോളൊരു പ്രീ ഡിഗ്രി +2 വരുന്നനം വരെ അത് നടന്നു. പിന്നെ കുട്ടികൾ തിരക്കായി. ഓക്കെ, അപ്പോ ടീച്ചറിന് ഇപ്പം ഇത് യോഗം നടത്താൻ ആളില്ലാത്ത അവസ്ഥയുണ്ടോ? കുറച്ച്. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. നിങ്ങൾ 2 പേര് മാത്രം യോഗം നടത്തിയാൽ മിക്കവാറും അടി വെച്ച് വരും യോഗം. അത് ചിലപ്പോൾ സംഭവിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.